CP ജോൺ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ CP ജോൺ, ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി എത്രത്തോളം വെല്ലുവിളിയാകും സംസ്ഥാന സർക്കാരിന് സൃഷ്ടിക്കുക? മുൻപായിട്ട് ഗവൺമെന്റാണ് അത്തരം കാര്യങ്ങൾ, അവരുടെ റവന്യൂ ഇൻകം എത്ര വർദ്ധിച്ചു എന്നെല്ലാം പറയുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അവരുടെ ബജറ്റ് എസ്റ്റിമേറ്റ് നോക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്ന എസ്റ്റിമേറ്റ് 1,34,000 കോടിയായിരുന്നു. അതിൽ 1,29,000 കോടി രൂപ അവർ അച്ചീവ് ചെയ്തിരുന്നു. പക്ഷെ ഈ വർഷം അവർ എസ്റ്റിമേറ്റ് ചെയ്തത് 1,35,000 കോടി മാത്രമാണ്. അതിന് പകരം അവർ 1,50,000 കോടിയെങ്കിലും എസ്റ്റിമേറ്റ് ചെയ്യുകയും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർദ്ധിച്ചു വന്നിട്ടുള്ള വ്യാപാരം, അതായത് കോവിഡ് കാലത്ത് ഇല്ലാതിരുന്ന ഒരു വലിയ വ്യാപാരം കേരളത്തിൽ നടക്കുന്നുണ്ട്. ആ വ്യാപാരം നല്ല ശക്തമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ലഭിക്കുമായിരുന്ന ആ പണം വാങ്ങിച്ചെടുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത്. അപ്പൊ അവരുടെ കെടുകാര്യസ്ഥത വളരെ ഗൗരവമാണ്. അവര് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഹെൽമറ്റ് വെക്കാതെ മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ ഹെൽമറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്ന ഒരു യുവാവിനെ, അല്ലെങ്കിൽ 3 പേരിരുന്ന് യാത്ര ചെയ്യുന്ന മോട്ടോർ സൈക്കിളിനെ പിടിക്കാനുള്ള ഉത്സാഹം പോലും ടാക്സ് അടയ്ക്കാതെ കൊണ്ടുവരുന്ന ചരക്കുകൾ പിടിച്ചെടുക്കാൻ കാണിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം, എവിടെയെങ്കിലും നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടോ ടാക്സ് അടയ്ക്കാതെ കൃത്യമായി ഇൻവോയ്സ് ഇല്ലാത്ത ചരക്കുകൾ പിടിച്ചെടുത്തു എന്നൊരു വാർത്ത നമ്മൾ കാണുന്നില്ല. മറിച്ച് റോഡിലുടനീളം പോകുമ്പോൾ മോട്ടോർ വെഹിക്കിൾസുകാർ വന്ന് മോട്ടോർ വാഹനങ്ങൾ പിടിക്കുന്നതാണ് കാണുന്നത്. ഇപ്പൊ ചെക്ക് പോസ്റ്റുകളില്ല, അതാണ് പ്രധാനപ്പെട്ട വിഷയം. പണ്ട് ചെക്ക് പോസ്റ്റുകളാണ് ഈ കൃത്യം നിർവഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതായപ്പോൾ ഈ ചരക്കുമായി വരുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിലേക്ക് കൃത്യമായ ക്യാമറകൾ കാണിച്ചുകൊണ്ട് അവരുടെ നമ്പർ റീഡ് ചെയ്ത് ആ നമ്പറിലുള്ള ട്രക്കിൽ കൃത്യമായ ഇൻവോയ്സ് ഉള്ളതാണോ ഈ ചരക്കുകൾ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അത് കേടുവരുത്തിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കേടുവന്ന് കിടക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അവരുടെ കെടുകാര്യസ്ഥത മറച്ച് പിടിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള കാശിന്റെ കാര്യത്തിൽ ധനകാര്യ കമ്മീഷനിൽ കുറവ് വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രധാന ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ 11 സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്, റവന്യൂ കമ്മി ഗ്രാന്റ് കിട്ടിയത് കേരളത്തിനാണെന്നുള്ള കാര്യവും മറന്നുകൂടാ. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാർ, ഒരു കാര്യം കൂടി, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പിരിച്ചെടുക്കാനുള്ള വ്യത്യസ്ത നികുതികൾ പിരിച്ചെടുക്കുന്നില്ല എന്നുള്ള കെടുകാര്യസ്ഥത ഇപ്പോഴും തുടരുകയാണ്. വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയതാണ് ഇക്കാര്യത്തിൽ. എന്നാൽ പോലും അത് അനാസ്ഥ അങ്ങനെ തന്നെ തുടരുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനെ പഴി പറയുന്നതും. എന്തായാലും ബജറ്റ് അവതരിപ്പിച്ചേ മതിയാകുകയുള്ളൂ, നീക്കിയിരിപ്പ് കണക്കുകൾ അവതരിപ്പിച്ചേ മതിയാകുകയുള്ളൂ. സാധാരണക്കാരെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാകും കാര്യങ്ങൾ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? സാധാരണക്കാരെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനമാണ്. ഉദാഹരണത്തിന് 30,340 കോടി രൂപയുടെ പ്ലാനാണ് കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചത്. അതിന്റെ 1/3 പോലും കൃത്യമായിട്ട് നടപ്പായിട്ടില്ല. ഇനി 1-2 മാസം കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് അതിന്റെ 1/4, അതായത് 30,000-ന്റെ 1/4 കൊടുക്കേണ്ടത്. അതിലും ഇനിയും വലിയ കുടിശ്ശിക കിടക്കുകയാണ്. അപ്പൊ സാധാരണക്കാരെ ബാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലെ റോഡ് നന്നാക്കുക, വീട് വയ്ക്കാൻ പൈസ കൊടുക്കുക, ശുദ്ധജലം കൊടുക്കുക, അതൊക്കെയാണല്ലോ സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യം. അപ്പൊ വികസന പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു ഗവൺമെന്റ് ജനങ്ങളെ തൊടുന്നത്, അല്ലാതെ പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ മാത്രമല്ല. അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ഫണ്ട് വർദ്ധിച്ചിട്ടില്ല. 5 വർഷക്കാലമായി പിണറായി വിജയന്റെ ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോവിഡിന് ശേഷം കൂട്ടേണ്ടതും കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം ശ്രീ CP ജോൺ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ വലിയ രീതിയിലുള്ള നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് നടക്കുകയാണല്ലോ റോഡ് വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഈ മാർച്ചിന് മുൻപ് പണി പൂർത്തിയാക്കി ബില്ല് സെറ്റിൽ ചെയ്യേണ്ടുന്ന പല കരാറുകളും ഉണ്ടാകും. പക്ഷേ ഇപ്പോഴെല്ലാം ആ പണികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. അത് സെറ്റിൽ ചെയ്യാതെ അവർക്ക് പുതിയ കരാറും അല്ലെങ്കിൽ ബജറ്റ് അവതരണവും ഒക്കെ എങ്ങനെ സാധ്യമാകും? നല്ലത് തന്നെയാണ് ഉള്ള പണികൾ. പക്ഷെ പണികൾക്ക് വേണ്ട പൈസ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. കോൺട്രാക്ടർമാർക്ക് വലിയ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്.
ബജറ്റ് അവതരിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷേ വികസന ഫണ്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം വെട്ടിക്കുറച്ചു. വികസന ഫണ്ടിന്റെ പ്ലാൻ ഫണ്ടിന് പുറമെ കിഫ്ബി എന്ന് പറഞ്ഞ ഒരു ഓമന പേരിട്ടിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടായത്. ആ കിഫ്ബി ചെറുപ്പത്തിലെ മരിച്ചുപോയി, ലൈഡ് യങ്. അപ്പൊ അതുകൊണ്ട് കിഫ്ബിയിലെ കൂടെ ഇപ്പൊ യാതൊരു പ്രോജക്റ്റും വരുന്നില്ല. പ്ലാനുകൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നു, അതിന്റെ അലോക്കേഷൻ തന്നെ കുറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ അതിലും കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു വികസന മുരടിപ്പ്, വികസനപരമായിട്ടുള്ള ഒരു പുറകോട്ടടിയാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത്. വളരെ നന്ദി ശ്രീ CP ജോൺ, ഇത്രയും സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്.